പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. 100 ദിവസം പൂർത്തിയാക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉപദേഷ്ടാക്കളെ കൊണ്ട് വലഞ്ഞ ഒരു ഗവൺമെൻറ്റാണിത്. ഉപദേഷ്ടാക്കളുടെ പ്രവർത്തനങ്ങളായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും വിവാദമായത്. സാമ്പത്തിക ഉപദേഷ്ടാവിനെ സംബന്ധിച്ച് ഇതുവരെ ധനകാര്യമന്ത്രിയുടെ അഭിപ്രായം പുറത്തു വന്നിട്ടില്ല. അത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. അപ്പം നരേന്ദ്രമോദിയുടെ അതേ പാതയിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ അന്തസ്സത്ത നശിപ്പിക്കുക, പത്രമാധ്യമങ്ങളെ കാണാതിരിക്കുക, മാധ്യമങ്ങൾക്ക് കോടതിയിലുള്ള വിലക്ക് തുടരുക, ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ നിസ്സംഗത കാരണം മാധ്യമങ്ങൾക്കിപ്പോൾ കോടതിയിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി തുടരുകയാണ്. ഹൈക്കോടതിയിൽ മാത്രമല്ല, വിവിധ കോടതികളിൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തകന്മാർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്. അപ്പോൾ കോടതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ ആണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. അതിനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ ഏതെങ്കിലും വിധി വന്നാൽ തന്നെ ആ വിധി ആർഗ്യൂ ചെയ്ത അഭിഭാഷകരാണ് മാധ്യമങ്ങളെ കണ്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതി കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ കോടതികളിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി CPM കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് തിരുത്താൻ മുന്നോട്ട് വരേണ്ടതാണ്. ഒരു കാലത്തും കേരളത്തിൽ മാധ്യമങ്ങൾക്ക് ഇതുപോലെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. മാധ്യമപ്രവർത്തകർക്ക് ഭയപ്പാടോടുകൂടി കേരളത്തിൽ ജീവിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു മാസമായി ഭരണപരിഷ്കാര കമ്മീഷനെ ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ചിട്ട് VS അച്യുതാനന്ദൻ എന്തുകൊണ്ടാണ് ഇതുവരെയും ആ സ്ഥാനം ഏറ്റെടുക്കാത്തത്? പാർട്ടിയിലെ ഭിന്നത തുടരുന്നത് കൊണ്ടാണോ എന്നറിയാൻ താല്പര്യമുണ്ട്. 100 ദിവസക്കാലം കൊണ്ട് ഒരു ഗവൺമെൻറ്റിന് അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ 5 വർഷത്തെ ഭരണത്തിൻ്റെ ദിശ തീരുമാനിക്കാൻ 100 ദിവസത്തെ ഭരണത്തിന് കഴിയും. അങ്ങനെ വിലയിരുത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം തീർത്തും നിരാശാജനകമാണ്. നിഷ്ക്രിയത്വത്തിൻ്റെ തടവറയിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തൻ്റെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെപ്പറ്റി എന്ത് പറയുന്നു? മന്ത്രിമാരുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെപ്പറ്റി എന്ത് പറയുന്നു? AKG സെൻട്രലിനുള്ള തീരുമാനമുണ്ടാകാതെ ഒരു ഫയലും നീങ്ങാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി 100 ദിവസക്കാലത്തെ നേട്ടങ്ങൾ പറഞ്ഞതിൽ പലതും കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, ദേശീയ ജലപാത, LNG വാതക പൈപ്പ് ലൈൻ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ തുടങ്ങിയതെല്ലാം UDF ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ തന്നെയാണ്. 805 കോടി രൂപയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന ഭാഗപത്ര ഉടമ്പടിയിൽ ഇതുവരെ നടപടി സ്വീകരിക്കാത്തത് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. വരുന്ന നിയമസഭാ സമ്മേളനത്തിലെങ്കിലും അതിനൊരു മാറ്റം വരുത്താൻ ഗവൺമെൻറ് തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളത് പോലീസ് നയത്തെ സംബന്ധിച്ചാണ്.
മുഖ്യമന്ത്രി തന്നെ പോലീസിനെ വിമർശിക്കുകയുണ്ടായി. DGP ജനങ്ങളോട് മാപ്പ് പറയുന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പോലീസിൻ്റെ കടിഞ്ഞാണില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാഷ്ട്രീയ അക്രമങ്ങൾ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദം പോലീസിൽ ശക്തമാവുകയാണ്. പയ്യന്നൂരിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ CI ഓഫീസിൻ്റെ മുമ്പിൽ ധർണ നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സാധാരണ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടില്ല. തുല്യനീതി ഉറപ്പുവരുത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ തുല്യനീതി നടപ്പായില്ലെന്ന് മാത്രമല്ല, മാർക്സിസ്റ്റുകാർക്കൊരു നീതിയും മറ്റുള്ളവർക്ക് വേറൊരു നീതിയും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. താളം തെറ്റിയ ഒരു പോലീസിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, മോഷണങ്ങൾ വ്യാപകമാകുന്നു, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും ബ്ലേഡ് മാഫിയ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, കൊട്ടേഷ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു. ഫലപ്രദമായ നിലയിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്ന്, എല്ലാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സാധാരണഗതിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഡീസെൻട്രലൈസേഷൻ്റെ കാലഘട്ടമാണ്, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാലമാണ്. ഇവിടെ അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഭയമായി ഗവൺമെൻറ്റിൻ്റെ നടപടികൾ മെല്ലെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഗവൺമെൻറ് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പശ്ചിമ ബംഗാളിലെ സിംഗ്രൂറിൽ പാവപ്പെട്ട കർഷകരുടെ 1000 ഏക്കർ ഭൂമി ബലമായി പിടിച്ചെടുത്ത് ടാറ്റയ്ക്ക് നൽകിയ ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിൻ്റെ അനുഭവം പിണറായി വിജയൻ ഓർക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനമായി ഇടതുമുന്നണി ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ വീടുകളിൽ പെൻഷൻ എത്തിക്കും എന്നുള്ളതാണ്. ക്ഷേമ പെൻഷനുകൾ ഇതിനു മുമ്പും കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും നൽകി വന്നിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത UDF ഗവൺമെൻറ്റാണ് 36 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള ഏറ്റവും ബൃഹത്തായ ഒരു നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നത് CPM മേളയാക്കി മാറ്റുകയാണ് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുകയാണ്. അത് ശരിയല്ല എന്നുള്ള സഹകരണ മന്ത്രിയുടെ വാദം പൊള്ളയായതാണ്. കാര്യക്ഷമത മാനദണ്ഡമാക്കിയാണ് പെൻഷൻ വിതരണത്തിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളെ തിരഞ്ഞെടുത്തതെന്നാണ് മന്ത്രി പറയുന്നത്. എന്താണ് ഈ കാര്യക്ഷമത? കാര്യക്ഷമത നിർണ്ണയിക്കുന്നുള്ള മാനദണ്ഡം എന്താണ്? CPMൻ്റെ രാഷ്ട്രീയ കാര്യക്ഷമതയാണോ ഇതിൻ്റെ മാനദണ്ഡം? CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുള്ള ബാങ്കുകളെയാണ് ഏതാണ്ട് 80% ഈ പെൻഷൻ വിതരണത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത്. UDF നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ പലതും അവഗണിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ തന്നെ ഗൈഡ് ലൈൻ ലംഘിച്ചാണ് സഹകരണ സംഘങ്ങളെ തിരഞ്ഞെടുത്തത്. ഓരോ പ്രദേശത്തും പെൻഷൻ നൽകേണ്ടവരുടെ എണ്ണം കണക്കിലെടുത്താണ് സംഘങ്ങളെ അനുവദിക്കേണ്ടതെന്നാണ് ഗൈഡ് ലൈനിൽ പ്രത്യേകം പറയുന്നത്. അതേപോലെ ബാങ്ക് ജീവനക്കാരാണ് പെൻഷൻ വിതരണം നടത്തേണ്ടത്. ഇതിന് പകരം CPMൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പെൻഷൻ വിതരണം നടത്തി പാർട്ടി പരിപാടിയാക്കുന്നതിനെ ശക്തമായി ഞാൻ അപലപിക്കുകയാണ്, അത് എതിർക്കുകയാണ്.
വ്യാപകമായ പരാതി ഈ രംഗത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. MLA-മാരടക്കമുള്ളവർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം ശക്തമായ അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ അപകടം വരുത്തിവെച്ചത് സ്വാശ്രയ മേഖലയിലാണ്. യാതൊരു ആലോചനയുമില്ലാതെ, ചർച്ചകളില്ലാതെ സ്വാശ്രയ മേഖലയിൽ അവരെടുത്ത നിലപാടുകൾ ഇന്ന് രക്ഷകർത്താക്കളെയും കുട്ടികളെയും വലിയ ആശങ്കയിലെത്തിച്ചിരിക്കുകയാണ്. 100% സീറ്റിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 100% സീറ്റും ഗവൺമെൻറ് ഏറ്റെടുത്തത്? അതിൻ്റെ കാരണം ഇതുവരെ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി 100% സീറ്റുകളും ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ നിലപാടിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ഉറച്ചു നിൽക്കുന്നില്ല? പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. 100 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിന് എടുത്തു പറയാൻ കാര്യമായ നേട്ടങ്ങളൊന്നുമില്ല എന്ന ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്.